ശ്രീ പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കമുള്ളവ ചർച്ച ചെയ്തു. പക്ഷേ നമ്മുടെ എരുമേലിയിൽ ഒരു വിമാനത്താവളം കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം സർക്കാരിനുണ്ട്. അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. എന്തുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ എരുമേലിയിലെ വിമാനത്താവളം സംബന്ധിച്ച ചർച്ച നടക്കാതിരുന്നത്? ശരിക്കും എരുമേലി ചർച്ചാ വിഷയമാവണം. എരുമേലി ഒരു പ്രധാന ഘടകമാണ്. അതെ, കാരണം ഈ ആത്മീയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എരുമേലി, പമ്പ, ശബരിമല ഇങ്ങനെയാണ് പോകുന്നത്. അതെ അതെ. പന്തളം. ഈ എരുമേലിയിൽ ധാരാളം ഭക്തർ വന്നിട്ട് അവിടെ നിന്ന് കാനനപാത വഴി 2 ദിവസം സമയമെടുക്കും ഇനി പമ്പയിലെത്താൻ. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും മല കയറി പോകണം. അത് വലിയ അതികഠിനമായ യാത്രയാണ്. ഇപ്പം എരുമേലിക്ക് സമീപമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ആണ് വിമാനത്താവളത്തിന് സ്ഥലം എടുത്തിട്ടിരിക്കുന്നത്. സർക്കാരിന്റെ സ്ഥലം അതാണ്. 3250 ഏക്കറുണ്ട്. ഇതിന് ശബരിമല വിമാനത്താവളം എന്നാണ് പേര് നൽകാൻ പോകുന്നത്. അവിടെ നിന്ന് ഈ ശബരിമല വിമാനത്താവളത്തിൽ നിന്ന് പിന്നെയും പോകണം, ഒരു 50-60 കിലോമീറ്റർ വരണം ഈ പമ്പയിലേക്ക് എത്താൻ. അത്രയും ദൂരം ഉണ്ട്. അപ്പം ഒരുപക്ഷെ അവിടെ വിമാനത്താവളം വന്നു കഴിയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നല്ലതായിരിക്കും. അവിടെ വന്നിറങ്ങുക, നേരെ അവിടെ നിന്ന് പമ്പയിലേക്ക് പോവുക, പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങുക, തിരിച്ചും അതുപോലെ തന്നെ എയർപോർട്ടിൽ എത്തുക. പക്ഷേ ഈ വിവരത്തെക്കുറിച്ച് ഒന്നും തന്നെ മാസ്റ്റർ പ്ലാനിൽ സംസാരിച്ചില്ല. അവിടെ നടന്ന ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച, പിന്നെ അവിടെ ഒരു ക്രൗഡ് മാനേജ്മെന്റ് ചർച്ച ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഈ ടൂറിസം, പിൽഗ്രിം ടൂറിസം, ഇങ്ങനെ 3 വെന്യൂ ആയിരുന്നു. മറ്റ് 2 എണ്ണത്തിലും ആളൊട്ടുമില്ലായിരുന്നു. ഈ മാസ്റ്റർ പ്ലാന്റെ മെയിൻ വെന്യൂലാ നടന്നത് കൊണ്ട് അവിടെ കുറച്ച് ആൾക്കാർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് മാസ്റ്റർ പ്ലാനിൽ പോലും ചർച്ച ചെയ്തത് സന്നിധാനം, നിലയ്ക്കൽ, പമ്പ ഇതിനെക്കുറിച്ച് മാത്രം. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ 2-3 വനിതാ പ്രൊഫസർമാരാണ്, പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഇവരാണ് ഇതിനകത്ത്. ആരെങ്കിലും ഈ സന്നിധാനത്ത് പോയിട്ടുണ്ടോ? ശബരിമല ക്ഷേത്രം കണ്ടിട്ടുണ്ടോ? അതിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടോ? ഞാൻ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പോയത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞത് അവരെ കണ്ടു. അവർ ചെറുപ്പകാലത്ത് പോയിട്ടുണ്ടാകാം. ബാക്കി അവർ സർവീസിൽ ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റില്ല. അപ്പം ചെറുപ്പകാലത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ശബരിമല എന്ത് മാറിയിട്ടുണ്ട്. അതെ, കോൺക്രീറ്റ് വനങ്ങളാണ്. പിന്നെ അവരൊരു കാര്യം പറയുന്നുണ്ട്, ഇനി ഒരു കാരണവശാലും അവിടെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഉയരാൻ പാടില്ല, ഉള്ളത് തന്നെ എല്ലാം തട്ടി തകർത്ത് കളയണം. തട്ടി തകർക്കുന്ന എത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എല്ലാം നിലയ്ക്കൽ എന്നാണ് പറയുന്നത്. ഈ നിലയ്ക്കൽ കൊണ്ടുവന്ന് എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ നിലയ്ക്കലിന് താങ്ങാൻ പറ്റാത്ത രീതിയിലാകും. ഈ ഇടത്താവളങ്ങൾ ഇങ്ങനെ വിപുലീകരിച്ചു വരണം. ഈ ശബരിമല വിമാനത്താവളം വരുമ്പോൾ വേറൊരു നേട്ടം കൂടിയുണ്ട് കേട്ടോ. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാർ, ധാരാളം പേര് ഗൾഫ് രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലും ഉണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം, പാല, തൊടുപുഴ ഇവിടങ്ങളിലൊക്കെ ഉള്ള ഒരു ധാരാളം പേര് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അവരിപ്പം നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയിട്ട് കാറ് പിടിച്ചാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ വളരെ സൗകര്യമാണ് അവർക്ക്. അപ്പം ശബരിമല വിമാനത്താവളം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും, ശബരിമല വർഷത്തിൽ 2 മാസം അല്ലേ ഉള്ളൂ, ബാക്കി സമയത്ത് അടച്ചിടുമോ? ഇല്ല, ഇത് ഏറ്റവും വലിയ വിമാനത്താവളമാക്കി മാറ്റാവുന്നതാണ്. പിന്നെ അവർക്ക് ആ പ്രദേശത്തുള്ളവർക്ക് നെടുമ്പാശ്ശേരിക്കും പോകണ്ട, തിരുവനന്തപുരത്തേക്കും വരണ്ട എന്നുള്ളതാണ്. ഇതിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അതൊന്നും പറഞ്ഞില്ല. ആ വിമാനത്താവളത്തെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് വികസന കാര്യങ്ങൾ പറയണം. എരുമേലിയിലും വലിയ ഇടത്താവളമാക്കണം. എരുമേലിയിൽ വന്ന് അയ്യപ്പ ഭക്തർ പേട്ടതുള്ളിയാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ എരുമേലിയെ പ്രധാനപ്പെട്ട മറ്റൊരു ഇടത്താവളമാക്കി കഴിഞ്ഞ് ഇവിടുന്ന് ഇത് ക്രൗഡ് മാനേജ്മെന്റിന്റെ ഭാഗവുമാണ്. അല്ലെങ്കിൽ സന്നിധാനത്തെല്ലാം കൂടി കെട്ടിക്കിടക്കുമ്പോഴേ അതിൽ നിന്ന് അതിനനുസരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ആളിനെ വിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, എത്ര കൊല്ലം കൊണ്ട് പറയുന്ന 4 നൂറ്റാണ്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു ശബരി റെയിൽപാത. എന്തെങ്കിലും കാര്യങ്ങളായോ? ഒരു കല്ലെടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. ഇതെന്താ ആരോ വലിയ ലോബി കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. സ്ഥലം വിട്ടുകൊടുക്കാതെയും എന്തൊക്കെയോ രീതിയിൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്.
ഈ ശബരി റെയിൽപാത എന്ന് പറയുമ്പോൾ എവിടെ വന്ന് നിൽക്കുകയാണ്? അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞിഞ്ഞ് പോരുകയാണ്, കാലടി വഴി ഇഞ്ഞ് പോരുകയാണ്. അത് എരുമേലി വന്ന് നിൽക്കും. എരുമേലി വന്ന് നിന്നിട്ട് പിന്നെ അടുത്ത ബസ്സിലോ കാറിലോ കയറി വേണം പിന്നെ പമ്പയ്ക്ക് പോകാൻ. അതും സമയം തീർത്ഥാടന കാലമാണെങ്കിൽ 2-2.5 മണിക്കൂർ എടുക്കും. കണമല വഴി, എലവുങ്കൽ വഴി, നിലയ്ക്കൽ വഴി, പമ്പ, അങ്ങനെയാണ് വരുന്നത്. ഇത് പിന്നെ ഈ ശ്രീധരൻ മുമ്പോട്ട് വെച്ച ഒരു പ്രപ്പോസൽ ഉണ്ട്, നമ്മുടെ മെട്രോമാൻ. അതെ, അദ്ദേഹം പറഞ്ഞത് ചെങ്ങന്നൂരിൽ നിന്ന് ഒരു ആകാശപാത വയ്ക്കുക പമ്പയ്ക്ക്. ചെങ്ങന്നൂരിൽ നിന്ന് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് 2.5-3 മണിക്കൂർ വേണം KSRTC പോകാൻ. തീർത്ഥാടന കാലമാകുമ്പോൾ അത് കുറെ കൂടെ സമയമെടുക്കും. അതെ, ട്രാഫിക് തിരക്ക്, റോഡ് തിരക്കുണ്ട്. ഈ ആകാശപാത വഴിയാകുമ്പോൾ സ്ഥലമെടുപ്പ് പ്രശ്നം ഒന്നും വരുന്നില്ല. വെറും 55 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. 55 മിനിറ്റാണ് അദ്ദേഹം പറയുന്നത്. ഈ കാനന ഭംഗി ആസ്വദിച്ചു പോവാം, പമ്പയുടെ തീരത്തൂടെ പോവാം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ചോദിക്കും, തീർത്ഥാടന കാലം കഴിയുമ്പോൾ ഇതെന്ത് അടച്ചിടുവോ? ഇല്ല, പമ്പയിലേക്ക് നിത്യ സർവീസുകളുണ്ട് KSRTC. അപ്പൊ അങ്ങോട്ടേക്ക് ഈ കൂടുതൽ ആൾക്കാര്, പമ്പയിൽ ക്ഷേത്രങ്ങളുണ്ട്, ആ ക്ഷേത്രങ്ങളിൽ നിത്യപൂജയുണ്ട്. അപ്പോൾ നിത്യപൂജ, അവിടെ ദർശനം നടത്താനുള്ള സൗകര്യവും പമ്പയിൽ ബലിതർപ്പണവും ഒക്കെയുണ്ട്. അതിനുള്ള സൗകര്യത്തിനും ഈ ട്രെയിൻ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാസ്റ്റർ പ്ലാനിൽ വരാതെയുള്ള ചർച്ചകളാണ് അവിടെ. ചുരുക്കി പറഞ്ഞ ഒരു ഗൗരവത്തിലുള്ള ചർച്ചയല്ല നടന്നത്. ഇവരൊക്കെ ആദ്യകാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് തിരുപ്പതി മോഡൽ കേൾക്കാനേ ഇല്ല. തിരുപ്പതിയുടെ പിന്നെ ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ടും ശബരിമലയുടെ ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ടും വ്യത്യാസമുണ്ട്. ശബരിമല എന്ന് പറയുന്നത് വനത്തിന് നടുക്ക് നിൽക്കുന്നതാണ്, കാനനക്ഷേത്രം. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി വരാത്തത്? സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. പിന്നെ അതിനകത്ത് വലിയ പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. വനത്തിനകത്തൂടല്ലേ നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന വഴി കോൺക്രീറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്, സുഖമാണ്, നടന്ന് കയറി പോകാനൊക്കെ സുഖമാണ്, പിന്നെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ SPG ഗ്രൂപ്പുകാർ വന്ന് നോക്കിയിട്ട് പോയതാണ്, പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇനി ഒരു വഴി എന്ന് പറയാൻ ശരംകുത്തിയിൽ ഹെലിപ്പാഡ് ഉണ്ടാക്കണം. അത് എളുപ്പമല്ല, അത് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ വരാൻ ഒരു ശ്രമം നടത്തി. ഇവിടെ ഹെലിപ്പാഡ് നിർമ്മാണവും തുടങ്ങി. പരിസ്ഥിതി പ്രവർത്തകർ വലിയ പ്രതിഷേധം. പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. പരിഷത്തിന്റെ ഒക്കെ ആൾക്കാരുണ്ട്. സുഗതകുമാരിയെ പോലുള്ളവരില്ല. ഇപ്പോഴത്തെ തലമുറ പറയാ മരമോ വെട്ടുകോ ഹെലിപ്പാഡോ വേണം എന്ന് പറയും. പക്ഷെ ഇത് ടൈഗർ റിസർവ്. അതെ, ഈ ഹെലികോപ്റ്റർ കാടിളക്കി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്. പക്ഷെ നരേന്ദ്രമോദി ഒന്നും അത് ആഗ്രഹിക്കുന്നില്ല. അതെ, ഒരു മൻ കി ബാത്തില് പിന്നെ നരേന്ദ്രമോദി ശബരിമലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം വനത്തിൽ നിൽക്കുന്ന ക്ഷേത്രങ്ങളെ ആ തരത്തിൽ സംരക്ഷിക്കണം. തനിമയിൽ അത് ശബരിമലയാണ് എന്നുള്ള രീതിയിൽ തന്നെ എടുത്തു പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും അദ്ദേഹം വരാൻ ആഗ്രഹിക്കത്തില്ല. ഇനിയിപ്പോ രാഷ്ട്രപതി വരുമെന്ന് പറയുന്നുണ്ട്. രാഷ്ട്രപതി വന്നാൽ പോലും നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി, അല്ലെ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ഹെലികോപ്റ്റർ വഴി നിലയ്ക്കലിറങ്ങും. നിലയ്ക്കലിൽ നിന്ന് റോഡ് മാർഗം പമ്പയിലെത്തി അവിടെ നിന്ന് നടന്ന് പോവുകയാണ്. പണ്ട് VV ഗിരി ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം റോഡ് മാർഗമാണ് പോയത്. ഇന്നത്തെ പോലെ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിക്കാൻ അവിടെ അത്രയും, കാരണം ഈ നിലയ്ക്കൽ പ്രദേശം എന്നൊക്കെ പറയുന്ന കൊടും വനമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ശബരിമലയില് ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് അത് മറ്റുള്ളിടങ്ങളിൽ നിന്ന് ഈ പലരും ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന AC റൂമിനകത്ത് എവിടെങ്കിലും പോയി ഇരുന്നിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുത്തിട്ടും കാര്യമില്ല. അവിടെ പോയി കാണണം, നേരിട്ട് കണ്ട്. ഈ ശബരിമല നിൽക്കുന്നെന്ന് പറയുന്നത് വനത്തിനകത്താണ്. ഒരു 50 ഏക്കറോ 54 ഏക്കറോ ആണ് വനം വകുപ്പ് വിട്ടുകൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഇനി സൂചി കുത്താൻ പോലും സ്ഥലം വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ അത് പോയി കണ്ടിട്ട് വേണം തയ്യാറാക്കാൻ. അപ്പൊ അതില് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഇതെല്ലാം ഒരു തട്ടിക്കൂട്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ. അത് തന്നെയാണ് അവിടെയും സംഭവിച്ചത് മാസ്റ്റർ പ്ലാനിന്റെ കാര്യത്തിൽ.